നമസ്കാരം. അങ്ങനെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട പ്രിയദർശിനി സൗജന്യ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരുമൊക്കെ ബസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കയറി സെക്രട്ടേറിയറ്റ് വരെ എത്തിയാണ് സൗജന്യ യാത്ര ആരംഭിച്ചത്. ഇന്ന് രാവിലെ 9 മണി മുതൽ കയറുന്ന യാത്രക്കാർക്കാണ് സൗജന്യം ലഭിക്കുക. സൗജന്യമുണ്ടെങ്കിലും ടിക്കറ്റ് എടുക്കണം. കയറേണ്ട യാത്രക്കാർ സ്ത്രീകൾ അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് 0 പൈസയ്ക്കുള്ള ഒരു ടിക്കറ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കണം. 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ സ്ത്രീകൾക്കൊപ്പമുണ്ടെങ്കിൽ അവർക്ക് ഹാഫ് ടിക്കറ്റാണ്. പെൺകുട്ടികൾ സൗജന്യമാണ്. 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമാണ്. ഓർഡിനറി ബസ്സുകളിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് 15 കിലോമീറ്റർ ദൂരം സൗജന്യമായി ലഗേജും കൊണ്ടുപോവാം. ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും ടൗൺ ടു ടൗൺ ബസ്സുകളും ഗ്രാമവണ്ടിയുമൊക്കെ ഈ സൗജന്യ പരിധിയിൽപ്പെടും. ഫാസ്റ്റോ അതിനു മുകളിലോ ഉള്ള ബസ്സുകൾക്കാണ് ഇത് ഉൾപ്പെടാത്തത്. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കും മുമ്പ് തന്നെ ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നു. ആദ്യ വിവാദം മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറത്ത് ആവശ്യത്തിന് KSRTC ഓർഡിനറി ബസ്സുകൾ ഇല്ല എന്നതാണ്. വടക്കൻ കേരളത്തിൽ മിക്കയിടങ്ങളിലും KSRTC ബസ്സുകൾ കുറവാണ്. അവിടേക്ക് സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് ആളുകൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൗജന്യം വടക്കൻ കേരളത്തിന് വളരെ കുറച്ചേ കിട്ടൂ. SDP അടക്കമുള്ള സംഘടനകൾ മലപ്പുറത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ MLA-മാരെ സംഭാവന ചെയ്ത ജില്ലയായിരുന്നിട്ടും UDF സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയിൽ നിന്ന് മലപ്പുറത്തിന് ലഭിച്ചത് ഏറ്റവും കുറഞ്ഞ പരിഗണന എന്ന് പറഞ്ഞ പോസ്റ്ററുകൾ എഴുതി തുടങ്ങി. സ്ത്രീകളുടെ സൗജന്യയാത്ര ഓർഡിനറി ഓടുമ്പോൾ നേട്ടമാർക്ക് ജില്ലാ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം തിരുവനന്തപുരം 687, കൊല്ലം 415, പത്തനംതിട്ട 150, ആലപ്പുഴ 227, കോട്ടയം 162, ഇടുക്കി 125, എറണാകുളം 325, തൃശ്ശൂർ 153, പാലക്കാട് 122, മലപ്പുറം 98 എന്ന് പറഞ്ഞ് ഓരോ ജില്ലയുടെയും കണക്ക് കാണിക്കുന്നു. ഏറ്റവും കുറവ് മലപ്പുറത്താണ്. ഏറ്റവും അധികം ജനസംഖ്യ പത്തനംതിട്ടയിലും ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ ഉള്ളതിൻ്റെ 5 ഇരട്ടി ജനസംഖ്യ മലപ്പുറത്തുണ്ട്. കേരളത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത പോലെ ജനസംഖ്യയുള്ള മലപ്പുറത്തിന് ഇത്രയധികം അവഗണന എന്തുകൊണ്ട് എന്ന ചോദ്യം ഇവർ ഉയർത്തുന്നു. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടയിലാണ് ഓർഡിനറി ബസ്സുകൾ പലതും ഇന്നലെ നാടകീയമായി സിറ്റി ഫാസ്റ്റാക്കി മാറ്റി ഇതിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നു എന്ന വിവരം മറുനാടൻ പുറത്തുവിടുന്നത്. മറുനാടൻ്റെ തിരുവനന്തപുരം ലേഖകൻ അമൽ രുദ്രയും ക്യാമറമാൻ ആഷിഖ് ബിൻ അബ്ദുൽ ലത്തീഫും ഇന്നലെ പ്രതികരണങ്ങൾ തേടി സ്വകാര്യ ബസ് ജീവനക്കാരെയും ഉടമകളെയും ഒക്കെ കണ്ടിരുന്നു. അവർക്കൊരു കൂസലുമില്ല. അവർ പറയുന്നു, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ 10 രൂപയ്ക്ക് ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കിയപ്പോൾ ഞങ്ങൾക്ക് പണി കിട്ടുമെന്ന് കരുതി. പക്ഷേ ഇലക്ട്രിക് ബസ്സുകൾ ഏറെ വൈകാതെ നിരക്ക് കൂട്ടി. പിന്നീട് പലതും നിന്നുപോയി. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഇതൊന്നും ബാധിക്കില്ല എന്നവർ പറയുന്നു. ഒപ്പം അവർ ഞങ്ങളുടെ പ്രതിനിധികളോട് പറയുന്നു, ഇതാ ഓർഡിനറി ബസ്സുകളെല്ലാം സിറ്റി ബസ് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് അട്ടിമറി നടക്കുകയാണ്, പോയി കാണാൻ. ഒന്നും ബാധിക്കൂല. കാര്യം അവര് ഇവിടെ ലോക്കലോട് ഇന്നലെ വരെ ഓടിക്കുന്ന എല്ലാ വണ്ടിയും സിറ്റി ഫാസ്റ്റ് ആക്കി. അങ്ങനെ അവന്റെ ആഗ്രഹമില്ല. ലോക്കലിലാക്കി ഓർഡിനറി ആക്കുന്ന ഇന്നലെ വരെ ഓടിക്കുന്ന വണ്ടി മൊത്തം ഇന്ന് സിറ്റി ഫാസ്റ്റ് ആക്കി. 10 രൂപ ചാർജ് ഓടിക്കുന്ന വണ്ടി പെട്ടെന്ന് സിറ്റി ഫാസ്റ്റിന്റെ എംബ്ലം പഠിച്ച് പെട്ടെന്നായി. എങ്ങനെയുണ്ട്? ഏതാണ്? അപ്പോൾ പ്രൈവറ്റിനൊന്നും അവർക്ക് കേരള വണ്ടിയിൽ കയറും. ഒരു രീതിയിലും ബാധിക്കൂല. ഈ യാത്രക്കാർ അവരെ ആവശ്യത്തിന് പോകാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവരെ സമയത്തിന് ഈ വണ്ടി വരൂല. ഒരു റൂട്ടിൽ ഒരു വണ്ടി എന്നാണ് പറയണം. ഈ യാത്രക്കാരെ സമയത്തിന് വരൂല. നമുക്കതിൽ ഒരു പേടിയുമില്ല, അത് ബാധിക്കുകയില്ല, ഒരു കുഴപ്പമില്ല. ഇത് കൂടിപ്പോയാൽ ഒരാഴ്ച, അതിനപ്പുറം പോകൂല. ഉറപ്പാണ്, അത് ഒരാഴ്ച, അതിനപ്പുറം പോകൂല ബ്രോ. ഇതിനപ്പുറം 10ൻ്റെ വണ്ടി ഇട്ട് ഓട്ടിച്ചപ്പോഴും നമുക്ക് ബാധിക്കും, കളക്ഷന് ബാധിക്കും എന്ന് പറഞ്ഞിട്ട് 10 രൂപ ഫെയറിൽ ഓടണം. ആ സമയത്ത് നമുക്ക് ബാധിച്ചില്ല. നമുക്ക് മാന്യമായിട്ടുള്ള കളക്ഷനുണ്ട്. ആ രീതിയിൽ തന്നെ പോകണം. ഇത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. നമുക്കതിൽ ബാധിക്കുന്നില്ല. ഫുള്ള് സിറ്റി ഫാസ്റ്റാണ്. എവിടെ ഓർഡറിനുള്ള ഓർഡറിന് ഒരു ഒന്നുമില്ല. ആകെ 3-4 വണ്ടിയേ ഉള്ളൂ. ഈ ഒന്ന് തിരുമല വണ്ടി എന്താ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാസ്റ്റ് തുടച്ച് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ ഫോണിൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ ഇപ്പം ഈ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പോയി കാണാം. അവിടെ 2 പേര് നിന്നിട്ട് സ്റ്റാഫുകൾ തന്നെ നിന്ന് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ ബസ് ജീവനക്കാർ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ അമലും ആഷിഖും KSRTC ഡിപ്പോയിലേക്ക് പോയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളായിരുന്നു. സാധാരണ ഓർഡിനറി ബസ്സിൽ പോലും സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് ഈ പരിഷ്കാരത്തെ അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടു. അതേക്കുറിച്ച് അമൽ രുദ്ര റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയാണ്.
ഓർഡിനറി ബസ്സുകൾ, നിരവധിയായ KSRTCയുടെ ഓർഡിനറി ബസ്സുകളെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചത് പല ബസ്സുകളിലും, അതായത് ഈ ഇലക്ട്രിക് ബസ്സുകളിൽ ഉൾപ്പെടെ ഈ KSRTCയിൽ നിന്നും അവർ സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നു. അതായത് ഓർഡിനറി ബസ്സുകളെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാ നിരവധി സിറ്റി ഫാസ്റ്റുകൾ, അതായത് ഇതുവരെ നമ്മൾ തലസ്ഥാനത്ത് ഇതുവരെ കാണാത്ത നിരവധി സിറ്റി ഫാസ്റ്റുകൾ, അതായത് ഈ 10ൽ 9 സിറ്റി ഫാസ്റ്റ് ആകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് വിരലിൽ എണ്ണാവുന്ന ബസ്സുകളിൽ മാത്രമേ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാകൂ എന്നാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ചില ഇലക്ട്രിക് ബസ്സുകളിൽ മാത്രമാണ് നിലവിലിപ്പോൾ സൗജന്യ യാത്ര, പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അത് പെയിൻ്റാണ് അത് അടിച്ചിരിക്കുന്നത്. മറ്റ് ബസ്സുകളിലെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കറുകൾ പതിപ്പിച്ചിരിക്കുകയാണ്. മുൻപ് ഓർഡിനറിയായി ഓടിക്കൊണ്ടിരുന്ന പല ബസ്സുകളും, അതായത് 100ൽ 98 ബസ്സുകളിലും നിലവിലിപ്പോൾ സിറ്റി ഫാസ്റ്റ് എന്ന് എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. അതായത് വിരലിൽ എണ്ണാവുന്ന ബസ്സുകൾ മാത്രമേ ഓർഡിനറിയായി നിലവിലിപ്പോൾ നിലനിർത്തിയിട്ടുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാ ഈ ഇലക്ട്രിക് ബസ്സിലടക്കം സിറ്റി ഫാസ്റ്റ് എന്നാണ് എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ നമുക്കൊരു തമാശയായിട്ടാണ് തോന്നുന്നത് ഈ ഒരു സൗജന്യ യാത്ര എന്നുള്ളത്. അതാണ് നമുക്ക് നിലവിലിപ്പോൾ വ്യക്തമാകുന്നത്. നമുക്ക് ഈ KSRTC ഡ്രൈവറോട് ചോദിക്കാം. സിഗ്നലിലാണ് ചേട്ടാ, ഇതിൽ സൗജന്യ യാത്രയാണോ? ഇതിൽ സൗജന്യമല്ല, ഇത് സിറ്റി ഫാസ്റ്റ് ആണ്. ഇത് എപ്പോഴാണ് സ്റ്റിക്കർ ഒട്ടിച്ചത്? സ്റ്റിക്കർ നേരത്തെ ഒട്ടിച്ചതാണ്. അത് സിറ്റി ഫാസ്റ്റ് ഓടുമ്പോൾ മിക്കവാറുള്ള വാഹനങ്ങളിൽ സിറ്റി ഫാസ്റ്റ് വണ്ടികളിലെല്ലാം സിറ്റി ഫാസ്റ്റ് സ്റ്റിക്കർ നേരത്തെ ഒട്ടിച്ചേക്കുന്നതാണ്. എന്തായാലും നമുക്ക് വ്യക്തമാകുന്നത് ഇത് ഈ പഴയ സ്റ്റിക്കറാണ് എന്ന് തോന്നുന്നുണ്ടോ? പ്രേക്ഷകർ തന്നെ പറയണ്ട, കണ്ട ഞാൻ പൊളിക്കുന്നില്ല. ഇതാണ് ഇന്നലെ ഒട്ടിച്ച സ്റ്റിക്കറാണിത്. അപ്പോൾ ഇതാണ് സാഹചര്യം. പല ബസ്സുകളിലും ഇന്നും ഇന്നലെയുമായാണ് ഇത്തരത്തിൽ സിറ്റി ഫാസ്റ്റ് എന്ന് എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒക്കെയായി ഓർഡിനറി ബസ്സായി ഓടിക്കൊണ്ടിരുന്ന ബസ്സുകളെല്ലാം തന്നെ ഇന്ന് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ, ഇപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോൾ അത് സിറ്റി ഫാസ്റ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മറുനാടൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് മന്ത്രി CP ജോൺ നേരിട്ട് സംഭവ സ്ഥലത്തെത്തുകയും ബസ്സുകൾ പരിശോധിക്കുകയും ചെയ്തു. മന്ത്രി പറയുന്നത് ഇത് അട്ടിമറിക്കാൻ CPM തൊഴിലാളി യൂണിയൻ ശ്രമം നടത്തുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു നീക്കം ഞങ്ങൾ നടത്തിയിട്ടില്ല. നിലവിലുള്ള എല്ലാ ഓർഡിനറി ബസ്സുകളും സൗജന്യമായി മാറ്റും. മാത്രമല്ല പല ബസ്സുകളും ഓർഡിനറി ബസ്സുകളാക്കി സൗജന്യം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കമെന്നാണ്. എന്നാൽ ഇടതു യൂണിയൻ അംഗങ്ങൾ ഇത് അട്ടിമറിക്കാൻ വേണ്ടി ബോധപൂർവം ഒരുക്കുന്ന കെണിയാണിതെന്നാണ് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയത്. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരാവശ്യമില്ലാത്തൊരു പുലിവാലാണ് UDF സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് വരുന്ന 5 വർഷവും ഈ സർക്കാരിനെ വേട്ടയാടും. KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുന്ന ഓഫർ കൊടുത്തില്ലെങ്കിലും UDF അധികാരത്തിൽ വരുമായിരുന്നു. ഒരുപക്ഷെ 2-3 സീറ്റ് കുറഞ്ഞെന്ന് വരാം. ഒരാവശ്യവുമില്ലാതെ ആവശ്യത്തിന് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അനാവശ്യമായി പ്രഖ്യാപിച്ച ഈ പദ്ധതിയായിരിക്കും ഒരുപക്ഷെ സർക്കാരിൻ്റെ അന്തകരാവുക. ഏതാണ്ട് 1500-ലധികം കോടി രൂപയാണ് ഓരോ വർഷവും KSRTCക്ക് അവരുടെ തനത് വരുമാനത്തിന് പുറമെ സർക്കാർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് KSRTC മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ ഇത് നിലവിൽ വന്നാൽ പോലും ഏതാണ്ട് 800 കോടിയോളം അധിക ബാധ്യതയുണ്ടാവും. മറ്റ് ബസ്സുകളിലേക്ക് വ്യാപിപ്പിച്ചാൽ സാമ്പത്തിക ബാധ്യത ഇരട്ടിയാവും. സർക്കാർ ഈ പണം കൊടുത്താൽ KSRTCക്ക് ലാഭമാണ്. പെട്ടെന്ന് KSRTCക്ക് ലാഭം ഉണ്ടാക്കാം. എന്നാൽ സർക്കാരിന് ഈ പണം കൊടുക്കാൻ എവിടെ നിന്ന് കിട്ടും? ഈ പദ്ധതി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും? മാത്രമല്ല യാത്ര അത്യാവശ്യമില്ലാത്തവർ പോലും സൗജന്യമാണെങ്കിൽ യാത്രയ്ക്ക് ഇറങ്ങുന്നതോടെ നാട്ടിലും വീട്ടിലുമൊക്കെ മറ്റ് പ്രശ്നങ്ങളുണ്ടാവും. എന്തായാലും ഒരു കാര്യവുമില്ലാതെ VD സതീശൻ സർക്കാർ ഒളിപ്പിച്ചു വെച്ച് മൂർഖൻ പാമ്പായി മാറിയേക്കും ഈ സൗജന്യ KSRTC ബസ് യാത്രാ പദ്ധതി.